Hello friends, welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ സൂര്യകാന്തി ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന് പറയുന്ന ആ ഒരു കവിതയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ നളിനി കുമാരനാശാന്റെ നളിനി കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഈ വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് ആമുഖം കേൾക്കാം, അതിനുശേഷം ആ കവിതയുടെ പൂർണ്ണമായിട്ടുള്ള ആശയം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആമുഖം എന്തുകൊണ്ട് എന്ന് നിങ്ങളോട് പഠിക്കാൻ അല്ലെങ്കിൽ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് പറയുന്നത് കേട്ടിരുന്നാൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് പറയുന്നതിന്റെ കാരണം എന്താ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നളിനി എല്ലാവരും കേൾക്കുക, അതിനുശേഷം നമുക്ക് സൂര്യകാന്തിയിലേക്ക് വരാം. ആദ്യം ആമുഖം. 1901 ജൂൺ 3 എറണാകുളം ജില്ലയിലെ കാലടിയിൽ നായത്തോട് ഗ്രാമത്തിൽ ശങ്കരവാര്യരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായാണ് ശങ്കരക്കുറുപ്പ് ജനിച്ചത്. സ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് എറണാകുളം മഹാരാജാസ് കോളേജിൽ ദീർഘകാലം മലയാളം അധ്യാപകനായി പ്രവർത്തിച്ചു. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെയും കേരള സാഹിത്യ അക്കാദമിയുടെയും അധ്യക്ഷൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, രാജ്യസഭാംഗം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത്. അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക. ജി എന്ന ഏകാക്ഷരനാമം കൊണ്ട് ആദരവോടെ മലയാളികൾ വിളിക്കുന്ന ശങ്കരക്കുറുപ്പ് തനിക്ക് ലഭിച്ച ഈ സമ്മാനത്തുക കൊണ്ട് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഓടക്കുഴൽ അവാർഡ്. കേരള സാഹിത്യ അക്കാദമികളുടെ അവാർഡുകളും പത്മവിഭൂഷൺ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. അത് അരനൂറ്റാണ്ടുകാലം മലയാള സാഹിത്യത്തിന് നിറസാന്നിധ്യമായ അദ്ദേഹം 1978 ഫെബ്രുവരി 2 അന്തരിച്ചു. സാഹിത്യ കൗതുകം: സൂര്യകാന്തി, നവാതിഥി, പൂജാപുഷ്പം, ചെങ്കതിരുകൾ, നിമിഷം, മുത്തുകൾ, വനഗായകൻ, ഇതളുകൾ, പതികന്റെ പാട്ട്, അന്തർദാഹം, വെള്ളിൽ പറവകൾ, ഓടക്കുഴൽ, വിശ്വദർശനം, മൂന്നരുവിയും ഒരു പുഴയും, ജീവന സംഗീതം, മധുരം, സൗമ്യം, ദീപ്തം, സാന്ധ്യരാഗം, ജിയുടെ തെരഞ്ഞെടുത്ത കവിതകൾ എന്നീ കാവ്യസമാഹാരങ്ങളും, ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന ആത്മകഥയും, ഗദ്യോപഹാരം, ലേഖമാല, മുത്തും ചിപ്പിയും, രാക്കുയിലുകൾ, ജിയുടെ നോട്ട്ബുക്ക്, ജിയുടെ ഗദ്യലേഖനങ്ങൾ എന്നീ ലേഖന സമാഹാരങ്ങളും അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. ഒമർ ഖയ്യാമിന്റെ റുബായിയാത്തിന് വിലാസലഹരി എന്ന തർജ്ജമയും, കാളിദാസന്റെ മേഘദൂതത്തിന് മേഘഛായ എന്ന തർജ്ജമയും, ഭാസന്റെ മധ്യമ വ്യായോഗ വിവർത്തനവും അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. ഇളം ചുണ്ടുകൾ, ഓലപ്പീപ്പി, കാറ്റേവ കടലേവ, ജിയുടെ ബാലകവിതകൾ എന്നിവ കുട്ടികൾക്ക് വേണ്ടിയുള്ള കൃതികളാണ്. ആധുനിക കവിത്രയത്തിന് പിന്മുറക്കാരനായി വന്ന കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. തന്റെ മുൻ തലമുറയിൽപ്പെട്ട കവികളുടെ സ്വാധീനവും ടാഗോർ കൃതികളുമായുള്ള ഹൃദയബന്ധവും പാശ്ചാത്യ കവിതകളുമായുള്ള സമ്പർക്കവും ജിയുടെ കാവ്യ വ്യക്തിത്വത്തിൽ പ്രതിഫലിച്ചതായി കാണാം. യോഗാത്മകാനുഭൂതികൾക്കുള്ള പ്രാധാന്യം, മരണബോധം, ആധ്യാത്മികത, ആസ്തിക്യം, മാനുഷിക ദർശനം, പ്രതീകാത്മകമായ കാവ്യഭാഷ തുടങ്ങിയവ ജി കവിതകളുടെ സവിശേഷതകളാണ്. അപ്പൊ നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും ജി കവിതകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെമ്മിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ, കാരൂർ കഥകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാംസിന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആമുഖം കൂടി കേൾക്കണമെന്ന് നിങ്ങളോട് പറയുന്നത്. ഇനി നമുക്ക് സൂര്യകാന്തിയെ കുറിച്ചൊന്ന് കേട്ടു നോക്കാം. 1933 സൂര്യകാന്തി എന്ന കവിത ഉൾക്കൊള്ളുന്ന കാവ്യസമാഹാരം പ്രസിദ്ധീകരിക്കുന്നത്. സൂര്യകാന്തി പൂവിന് സൂര്യനോട് തോന്നിയ പ്രണയത്തെ പൂവിന്റെ തന്നെ ആഖ്യാനത്തിലൂടെ കാൽപ്പനികമായി ആവിഷ്കരിക്കുന്ന കവിതയാണിത്. സൂര്യകാന്തിക്ക് കവി ഇവിടെ മാനുഷിക ഭാവം നൽകുന്നു. കേവലം നിസ്വയായ ഒരുവൾക്ക്, അത് നമ്മുടെ കവിതയിൽ പറയുന്നത് ക്ഷുദ്രമാം പുഷ്പം, നിർഗന്ധ പുഷ്പം എന്നൊക്കെയാണ്. ഉന്നതിയിൽ വിരാജിക്കുന്ന, അതായത് സർവസന്നുതനായ സവിധാവായ ഒരുവനോട് പ്രണയം തോന്നുന്നു. അവന്റെ വിദൂര ദർശനം പോലും മതി അവളെ സംതൃപ്തയാക്കാൻ. പരകോടിയിൽ ചെന്ന പാവനമായ ദിവ്യ സ്നേഹമാണ് തന്റേതെന്നും ഒരു ശക്തിക്കും അത് തകർക്കാനാവില്ലെന്നും അവൾ വ്യക്തമാക്കുന്നു. മാമക പ്രേമം നിത്യമൂകമായിരിക്കട്ടെ, കോമളൻ അവിടുന്ന ദൂഹിച്ചാലൂഹിക്കട്ടെ എന്നും സ്നേഹിക്കാൻ കഴിയുക എന്നത് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഫലമെന്നും ആത്മനിർവൃതിയോടെ അവൾ വെളിപ്പെടുത്തുന്നു. ആര് നീ അനുജത്തി എന്ന് സൂര്യൻ അവളെ അഭിസംബോധന ചെയ്തെങ്കിലും അവൻ തന്നിൽ അനുരക്തനാണെന്ന കാര്യത്തിൽ അവൾക്ക് സംശയമില്ല. വളരെ പണിപ്പെട്ടാണെന്റെ മേൽ നിന്നും ദേവൻ തളരും സുരക്തമം കൈയെടുത്തതും നൂനം എന്ന് തെളിവ് നിരത്തുന്നു.
നാളെ നിലത്തു വീണ് കിടക്കുന്ന തന്നെ കാണുമ്പോൾ വേർപാട് താങ്ങാൻ കഴിയാതെ വിങ്ങി പൊട്ടുന്നുണ്ടാകും തന്റെ കാമുകൻ എന്ന കാര്യത്തിൽ അവൾക്ക് ഉറപ്പുണ്ട്. സൂര്യൻ, സൂര്യകാന്തി എന്നീ ബിംബങ്ങളിലൂടെ ആവിഷ്കൃതമാകുന്ന ഈ പ്രണയം ഗഹനമായ ആസ്വാദന സാധ്യതകൾ അനുവാചകന് തുറന്നു തരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഏകദേശം ആമുഖം കേട്ടു കഴിഞ്ഞു. അപ്പൊ ഈ കവിയെ കുറിച്ചിട്ടും കവിതയെ കുറിച്ചും കവിയുടെ സവിശേഷതകളെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കില് നമുക്ക് പഠിക്കാനായി തന്നിരിക്കുന്ന ആ വരികളുടെ അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. ആശയം മനസ്സിലാക്കണം. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് സെമ്മിലെ കവിതകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള കവിതകളാണ് നമുക്ക് സെക്കൻഡ് സെമ്മിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോ അതിൽ നമുക്ക് സൂര്യകാന്തി എന്ന് പറയുന്ന നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ വരികളുടെ ആശയം ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക്. സൂര്യകാന്തി, ജി ശങ്കരക്കുറുപ്പ്. പതുക്കെ പതുക്കെ താഴുന്ന എന്റെ മുഖം നോക്കി സുന്ദരനായ സൂര്യൻ ഇപ്രകാരം ചോദിച്ചു: ആരാണ് നീ അനുജത്തി? ഞാൻ പോകുമ്പോൾ എന്തിനാണ് എനിക്ക് നേരെ നോക്കി നിൽക്കുന്നത്? സൗമ്യമായി വിടരും സുന്ദര നേത്രങ്ങളാൽ രമ്യമായി തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നത് എന്തിനാണ്? എന്തെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ ഊഹം തെറ്റെങ്കിൽ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. സൂര്യകാന്തിക്ക് ഉത്തരമൊന്നും തോന്നിയില്ല. എങ്ങനെ തോന്നും? സർവ ഉന്നതനായ സൂര്യൻ എവിടെ കിടക്കുന്നു? നിർഗന്ധ പുഷ്പമായ താൻ എവിടെ കിടക്കുന്നു? സൂര്യനെ പ്രണയിക്കുന്ന ധിക്കാരത്തിന് ഈ ലോകം എന്നെ പുച്ഛിക്കും. പുച്ഛമാകുന്ന വാളിനാൽ ദിവ്യ സ്നേഹം പോലും ചൂളിപ്പോകും. ധീരമായ ആ മുഖത്തേക്ക് തന്നെ ഞാൻ നോക്കി നിന്നു. സൂര്യന് എന്തു തോന്നിയോ ആവോ, പാരവശ്യത്തെ മറയ്ക്കുവാൻ ചിരിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അത് ചിരിയായി വന്നില്ല. ആനന്ദ കണ്ണീരിനെ മഞ്ഞുതുള്ളിയായി ഭാവിച്ചു. ഇളം വെയിലിലത് മാഞ്ഞു പോകുമെന്ന് ആശ്വസിച്ചു. ധൈര്യമില്ലാത്തവളായ എനിക്ക് ലജ്ജയാലുണ്ടായ വിറയലിനെ കുളിർക്കാറ്റേറ്റിട്ടെന്ന പോലെ ഞാൻ നടിച്ചു. എന്റെ പ്രേമം മൂകമായി തന്നെ ഇരിക്കട്ടെ. കോമളനായ സൂര്യദേവൻ ഊഹിക്കുമെങ്കിൽ ഊഹിക്കട്ടെ. സ്നേഹത്തിൽ നിന്നും മറ്റൊന്നും ലഭിക്കുവാനില്ലല്ലോ. സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം. സ്നേഹമാണ് സൗഖ്യം, നഷ്ടസ്നേഹം ദുഃഖവും. സ്നേഹം അത്യുന്നതിയിൽ ജ്വലിക്കുന്നു. ശരീരം ഇന്ന് ആ ചൂടിൽ ദഹിച്ചാൽ ദഹിക്കട്ടെ. മോഹനപ്രകാശം എന്നാത്മാവിൽ ചുംബിച്ചുവല്ലോ. എന്റെ മനസ്സ് അദ്ദേഹം അറിഞ്ഞുവോ? പോകുവാൻ നേരം അദ്ദേഹത്തിൻ മുഖവും വിവർണമായി. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം തന്റെ കരങ്ങൾ എന്നിൽ നിന്നും എടുത്തത്. ഒന്നും മിണ്ടാതെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കറുമ്പിയായ രാത്രി എന്തിനാണിപ്പോൾ അങ്ങോട്ടെത്തിയത്? നന്ദി അറിയിക്കുവാൻ തല കുനിച്ചു ഞാൻ. പോകുന്ന സൂര്യൻ അത് കണ്ടിരിക്കില്ല. ഉറങ്ങാനാവാതെ ചുവന്ന കണ്ണുകളുമായി പുലർച്ചയ്ക്ക് അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ ഈ മുറ്റത്തേക്ക് നോക്കും. തെക്കൻ കാറ്റടിച്ച് അടർന്നു വീണ് കിടക്കുന്ന എന്റെ ദേഹം കാണുമ്പോൾ ആ മുഖം വിളറും. കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നുപോയേക്കാം. പിന്നീട് പ്രണയാകുലനായ അദ്ദേഹം ഇപ്രകാരം വിഷാദിക്കാം: ആ വിശുദ്ധമായ പുഷ്പത്തെ കാണില്ലായിരുന്നെങ്കിൽ, ആ വിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ. അപ്പോ അവസാനം ഇങ്ങനെയാണ് ആ കവിത നമുക്ക് അവസാനിപ്പിക്കുന്നത്. ആ വിശുദ്ധമായ പുഷ്പത്തെ കണ്ടില്ലായിരുന്നെങ്കിൽ, ആ വിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ. ഒരു വിരഹം ഒരു വിരഹം പറയുന്ന ഒരു കവിതയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മണിമുഴക്കം എന്ന് പറയുന്ന നമ്മുടെ ഇടപ്പള്ളിയുടെ മണിനാഥം എന്ന് പറയുന്ന കവിത കേൾക്കാം. അതിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്: മണിമുഴക്കം, മരണദിനത്തിന്റെ മണിമുഴക്കം മധുരം. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കവിതയാണത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ നിന്നും തൽക്കാലം വിട വാങ്ങുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.